ഡൽഹി ഇനി ക്ലീൻ ആക്കാൻ പോവുകയാണ് മോദിയുടെ കയ്യിലാണ്. മോദി നേരിട്ടിറങ്ങിയൊക്കെയാണ് അത് റെഡിയാക്കുന്നത്. ക്ലബ്ബുകൾ, എലൈറ്റ്, ഈ വലിയ ധനികരുടെ ക്ലബ്ബുകൾ, പിന്നെ ഈ പറയുന്ന വലിയ ശവകുടീരങ്ങൾ, അതിനുവേണ്ടി ഏക്കർ കണക്കിന് ഭൂമി, ഇതൊക്കെയാണ് ഡൽഹിയുടെ അവസ്ഥ. ഇനി അങ്ങനെ വിടാൻ പറ്റില്ല. സാധാരണക്കാർ പുഴുക്കളെ പോലെ ചേരികളിൽ നുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്ത കഴിയുള്ളൂ. നിർണായക നീക്കമല്ലേ സാർ ഇത്? അല്ല, ഈ ഡൽഹിയിൽ പലപ്പോഴും നമുക്ക് സാധാരണ നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് പുറമേ നിന്നും ചിലപ്പോഴൊക്കെ അപൂർവ സന്ദർഭങ്ങളിലൊക്കെ അകത്ത് നോക്കി കയറി നമുക്ക് കാണാൻ ഇടേണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പം ഡൽഹിയിലെ ജിംഖാന ക്ലബ്ബ്, റേസ് ക്ലബ്ബ്, പോളോ ക്ലബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സംവിധാനം തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ പിടികിട്ടതില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ തുടങ്ങിയൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ്, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു പഴയ പിന്നെ കൊളോണിയൽ പീരീഡാണ് നമുക്കവിടെ ഓർമ്മ വരിക. ഇപ്പോൾ ദില്ലിയിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പല ബിൽഡിങ്ങുകളും കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഴയ ആ ഒരു ചരിത്രത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണല്ലോ. ഇപ്പോൾ ദില്ലിയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ശവകുടീരങ്ങളുടെ ഒരു നഗരവും കൂടിയാണ്. അതേപോലെ തന്നെ ഈ ക്ലബ്ബുകൾ. അപ്പോൾ ആ എലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡൽഹിയിലെ അപ്പം പാർലമെൻറ്റ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ അവിടെയുള്ള എം പിമാരുടെ ബിൽഡിങ്സൊക്കെ അല്ലേ? സോണിയാഗാന്ധിക്ക് എത്ര ഏക്കറാണ് ഏറ്റവും വലിയ? പ്രധാനമന്ത്രിക്കില്ല അത്ര ഏക്കർ. എന്തിനാ പറയാ, നമ്മളുടെ ഇവിടുന്ന് പോകുന്ന എം പിമാരുടെ ഇപ്പം KC വേണുഗോപാലിൻ്റെ ഒക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ അത് വേണുഗോപാലിനെ കുറ്റം പറയല്ലേ ഞാൻ പറയാം. നമ്മൾ അവിടെ എം പിമാരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലുള്ള കൂറ്റൻ ബംഗ്ലാവുകളാണ്. അപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു ശശി തരൂരിൻ്റെയൊക്കെ അങ്ങനെയുള്ള നമ്മുടെ സീനിയർ എം പിമാർക്ക് കിട്ടുന്നത് കൂറ്റൻ ബംഗ്ലാവുകളാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചേർന്ന് പോകുന്ന സംഗതികളായിരുന്നു ഈ ആ കൊളോണിയൽ പശ്ചാത്തലവുമായിട്ട്, ആ ചരിത്രത്തുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്ന സാധനമാണ് ഈ ജിംഖാന ക്ലബ്ബും അതുപോലെ റേസ് ക്ലബ്ബും ഒക്കെ. നിങ്ങൾക്ക് ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു വാർത്തയിലുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ജിമ്മില്ല, ഖാന മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വളരെ സത്യമാണ്. ഖാനായും പിന്നെ പീനയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ശരിയാണ്, ജിം എന്നുള്ള സാധനമല്ല, നമുക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുള്ള സംഗതിയാണ്. അവിടെ ഈ ജിംഖാന ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന സംഗതി ദില്ലിയിലെ ഈ അധികാര ഇടനാഴികളാണ്. അതാണ് എൻ്റെ ഉദാഹരണത്തിന്. ഇപ്പോൾ ജിംഖാന ക്ലബ്ബിൽ ഒരു അംഗത്വം വേണമെന്നുണ്ടെങ്കിൽ 25-30 ലക്ഷം രൂപയും കൊടുത്തിട്ട് വർഷങ്ങൾ കാത്തിരിക്കുകയും അധികാരം ഉള്ളവരെ പിന്നാലെ നടക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ജിംഖാന ക്ലബ്ബിലേക്ക് ഒരു അംഗത്വം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ കയറിപ്പറ്റി കഴിയുമ്പോഴത്തേക്ക് വേറൊരു സൊസൈറ്റിയിലേക്ക് കയറുക ചെയ്യുന്നത്. അവിടെയാണ് ഈ സകല ഡീലിങ്സുകൾ മുഴുവൻ നടക്കുന്നത്. അത് ചെറിയ ഡീലിങ്സ് ഒന്നുമല്ല, അറിയാമല്ലോ. അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ചിന്തകൾക്കൊന്നും താങ്ങാൻ പറ്റാത്ത ഡീലുകളിലേക്കും, അതേപോലെ ഈ പവർ ബ്രോക്കറിങ് ഒക്കെ നടക്കുന്നത് ഇത്തരം ക്ലബ്ബുകളാണ്. അത്തരം ക്ലബ്ബുകളിലേക്കാണ് ഇപ്പോൾ എന്തായാലും കോടതിയും അനുകൂലമായൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി കോടതിയെ സമീപിച്ചിട്ട് സ്റ്റേ കിട്ടിയില്ല എന്ന് തോന്നുന്നു, ഇല്ലേ? അപ്പം ഇത് ഒരു രാഷ്ട്രീയമായിട്ടും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ ഇത് അവർ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ജിംഖാന ക്ലബിന് തന്നെ 27 ഏക്കറിൽ കൂടുതലോടെ ഉണ്ട്. അപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലത്ത് 27 ഏക്കർ, അത് ഡൽഹിയുടെയൊക്കെ ഹൃദയഭാഗത്താണ് ഇതൊക്കെ. ഈ ക്ലബ്ബുകളെല്ലാം അതിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത്, കാര്യം ആ കൊളോണിയൽ പാരമ്പര്യത്തിന് തുടർച്ചയല്ലേ. അപ്പോൾ ഈ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് 27 ചില്ലറ ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏതാനും ചില വ്യക്തികൾക്ക്, അവിടുത്തെ എലീറ്റായിട്ടുള്ള പവർ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഉന്നത രാഷ്ട്രീയക്കാർക്ക്, ഇവർക്കൊക്കെ വളരെ ചെറിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിർണായകമായ സമൂഹത്തിന് ഇടപെടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതൊക്കെ മാറുന്നത്. അപ്പോൾ അതിന് ഒരു അവസാനം വരാൻ പോവുകയാണ്. അത് ഗവൺമെൻറ് എന്തായാലും ഇപ്പോൾ ഉടനെ ഏറ്റെടുക്കാനുള്ള നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞു. കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയിട്ടുമില്ല. ഇതിനൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ കേരളത്തിലിത് ബാധകമാണ്. കേരളമല്ല, തമിഴ്നാട്ടിൽ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ജിംഖാന ക്ലബ്ബ്. അവിടെ മൗണ്ട് റോഡിലാണ്, ഏറ്റവും നിർണായകമായ സ്ഥലത്താണ്. ഈ എക്സ്പ്രസ് എസ്റ്റേറ്റിനടുത്ത്, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്രസ് എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനടുത്തായിട്ടാണ് അണ്ണാശാലയിൽ ജിംഖാന ക്ലബ്ബ് ഉള്ളത്. അതെ, ഏറ്റവും നിർണായകമായ സ്ഥലത്താണ്. ഇപ്പോൾ തിരുവനന്തപുരം ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇപ്പോൾ ഒരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ. അതെ, ട്രിവാൻഡ്രം ക്ലബ്ബ് ബിസിനസ്സുകാരുടെ ക്ലബ്ബും ഈ ശ്രീമൂലം ക്ലബ്ബ് എന്ന് പറയുന്നത് എലീറ്റ് ക്ലാസിന്റെ
ക്ലബ്ബുമാണ്. അതെ അതെ പൈസ ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് കിട്ടും, റെക്കമെൻഡേഷൻ അത്യാവശ്യം സ്വാധീനം ഉണ്ടെങ്കിൽ. പക്ഷേ ശ്രീമൂലം ക്ലബ്ബിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ ഈ അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ അതെ അതെ. അപ്പം ഈ പണ്ട് ഉദാഹരണത്തിന് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഥകളുണ്ട്, ഈ ബ്രിഗേഡിയർ കഥകൾ എന്നും പറഞ്ഞിട്ട് പണ്ട് അദ്ദേഹം കലാമതിയിൽ എഴുതുമായിരുന്നു. അത് ഈ മറ്റേ ശ്രീമൂലം ക്ലബ്ബിൽ വന്നിരുന്നിട്ടാണ് അതിൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അദ്ദേഹം എഴുതുക. അത് പണക്കാരായിട്ടുള്ള അക്കാഡമീഷ്യൻസ് എല്ലാവരും ഉണ്ടാവും, സിനിമാ താരങ്ങള്. അത് കൂടുതലും ഇവിടെയാ, നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബിലുണ്ട്. നമ്മുടെ നമ്മളൊക്കെ പണ്ട് ശ്രീമൂലം ക്ലബ്ബിൽ ഇങ്ങനെ പല സുഹൃത്തുക്കളോടൊക്കെ പോകുന്ന സമയത്ത് ഈ നടൻ മധുവൊക്കെ ഇല്ലേ, മധുവൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലഘട്ടത്തിൽ അവിടെ വരുന്ന കാണാം. അപ്പോൾ ഈ ഒരു ഹൂസ് ഹൂവിനെയൊക്കെ നമുക്ക് പലപ്പോഴും ഈ ട്രിവാൻഡ്രത്തെ ഹൂസ് ഹൂവിനെ കാണണമെന്നുണ്ടെങ്കിൽ ശ്രീമൂലം ക്ലബ്ബായിരുന്നു ഉണ്ടായിരുന്നു. അതെ, പക്ഷേ ശ്രീമൂലം ക്ലബിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ക്ലബിന്റെ പക്കലാണെന്ന് തോന്നുന്നു ഭൂമി കൂടുതലുള്ളതെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ഫ്രീ മൈസൺസിന്റെ ക്ലബ്ബുണ്ട്, അത് ഇതുപോലെ അതൊരു നിഗൂഢ സംവിധാനം കൂടെയാണല്ലോ. അതെ അതെ. അപ്പോൾ ഇവിടെയൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് എത്രമാത്രം ഭൂമിയായിരിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓഫ്കോഴ്സ് ഈ രണ്ട് സ്ഥലത്തും കല്യാണ മണ്ഡപങ്ങളുണ്ട്, കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഭൂമിയുമൊക്കെ പൊതുജനങ്ങൾക്ക് അവകാശമുള്ള സംഗതി തന്നെയാണ്. ഇതൊക്കെ പഴയ തുടർച്ച മാറ്റിയിട്ട് ഇത് ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം ആവശ്യം. ഇപ്പോൾ ഗോൾഫ് ക്ലബ്ബ് മാറിയിട്ട് ഗോൾഫ് ക്ലബ്ബ് ഇതുപോലെയായിരുന്നു. ഗോൾഫ് ക്ലബ്ബ് ഇപ്പോൾ അത് സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഇപ്പോൾ പബ്ലിക്കിന് അവിടെ എൻട്രൻസ് ഉണ്ട്, മറ്റേതല്ല പുറമേ നിന്ന് കാണുന്നതിന് മാത്രമേ സാധാരണക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഈ ഗോൾഫ് ക്ലബ്ബ്. അപ്പോൾ അതുപോലെ ഈ ട്രിവാൻഡ്രം ക്ലബ്ബും ഈ പിന്നെ ശ്രീമൂലം ക്ലബ്ബും ഒക്കെ ഏറ്റെടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒരു സർക്കാരിനോ അല്ലെങ്കിൽ അവരുടെ ഏജൻസിക്കോ ഏൽപ്പിച്ചു കൊടുത്താൽ കൊടുക്കാവുന്ന കാര്യമുള്ളൂ. എന്തെല്ലാം സ്ഥലം ധാരാളം അവിടെ ലഭ്യമാവുന്നു എന്നുള്ളതാണ്. അത് പൊതുജനങ്ങൾക്കും കൂടെ ഗുണമാവുന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ഥലമാണല്ലോ. ഇത്തരം നഗരങ്ങളിലെ ഏറ്റവും വലിയൊരു വിലപിടിപ്പുള്ള സംഗതി എന്ന് പറയുന്നത് ഈ സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് സംസ്ഥാന സർക്കാരും ചിന്തിക്കേണ്ടതാണ്. കാലം മാറുകയല്ലേ. അപ്പോൾ ആ കൊളോണിയൽ പശ്ചാത്തലത്തിലൂടെ ഒന്നും പോകേണ്ട, അതൊന്നും നിലനിർത്തേണ്ടതൊന്നും ബാധ്യത നമുക്കില്ലല്ലോ, ഇല്ലേ? ഇത് പൊതുജനങ്ങളുടെ സംഗതിയാണ്, പൊതുജനങ്ങളുടെ സമ്പത്താണ്. ആ സമ്പത്ത് ഏതാനും ചില വ്യക്തികളുടെ ഒരു വിനോദ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വൈകുന്നേരത്തുള്ള ഖാന പീന ഏർപ്പാടുകൾക്കും വേണ്ടി മാത്രമായിട്ട് ചുരുക്കുന്നതിനോട് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിലെ ഈ ഒരു നടപടി, ഈ ജിംഖാനയും റേസ് ക്ലബ്ബും പോളോ ക്ലബ്ബും ഒക്കെ ഏറ്റെടുക്കാനുള്ള നടപടി, അത് വളരെ എനിക്ക് തോന്നുന്നു വളരെ പ്രശംസനീയമായൊരു സാധനമാണ്. വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഈ പറഞ്ഞതുപോലെ അവിടെയൊക്കെ പുഴുക്കളെ പോലെ താമസിക്കുന്ന ആൾക്കാരില്ലേ, അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. ഡൽഹിയിലെ ചേരികളൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരുടെ പുനരധിവാസത്തിനു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അതൊരു നല്ല വിനിയോഗമായിരിക്കും, സർക്കാരിന് നല്ലൊരു ഇമേജ് ലഭ്യമാക്കുന്നൊരു സംഗതിയും ആയിരിക്കും.